പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും ബന്ധവും അറിയിക്കുന്നു. ഇപ്പോൾ കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 15 അധ്യായം അതിന്റെ 24 വാക്യം വായിക്കുന്നു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, പലപ്പോഴും ഈ ഫെയ്ത്തിന്റെ ഏറ്റവും വലിയ ഒരു ശത്രു എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. ഒഫൻസ്. ഇവിടെ കനാന്യ വുമൺ അവൾ യേശുവിന്റെ അടുക്ക് വന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ്, സീരിയസ് ആയ ഇഷ്യൂ ആയിട്ട് അവൾ യേശുവിന്റെ അടുക്ക് വരുന്നത്. അവൾ വന്ന് കർത്താവിനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് 23, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ആദ്യം തന്നെ അവൾക്ക് ലഭിക്കുന്നത് സ്തോത്രം ഒരു വാം വെൽക്കത്തിന് പകരം, അല്ലെങ്കിൽ അവൾ ഉദ്ദേശിച്ച പോലെ കർത്താവ് അവളെ ചേർത്ത് നിർത്തുന്നതിന് പകരം ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു കർത്താവ്, സൈലന്റ് ആയിരിക്കുന്ന കർത്താവ്. അല്ലെങ്കിൽ അടുത്ത ഒരു വാക്യത്തിലോട്ട് വരുമ്പോൾ അവളെ കാണാൻ സാധിക്കുന്നത്, അവളെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാര് അവനോട് നിലവിളിച്ചു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. സ്തോത്രം. ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൊ കർത്താവ് മറുപടി സൈലന്റ് ആയിട്ട് നൽകി. അതായത് ഒന്നും കേൾക്കാത്ത പോലെ ദൈവം ഇരുന്നു. സ്തോത്രം. ശിഷ്യന്മാര് വന്നിട്ട് പറയാ, കർത്താവെ, അവള് വല്ലാതെ നിലവിളിക്കുന്നു, അവളെ പറഞ്ഞയക്കണമേ. ആദ്യം കർത്താവ് മറുപടി നൽകിയില്ല, ശിഷ്യന്മാരെന്ത് ചെയ്തു? അവളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. സ്തോത്രം. അപ്പൊ ശരിക്കും യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവൾക്ക് മുമ്പിൽ ആ ഡോർ ക്ലോസ് ചെയ്യപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ആണ് അവൾക്ക് ഇപ്പൊ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടെ റിയാലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വീണ്ടും പറയുക, ആളുകൾ വന്നിട്ട് പറയുക, സ്തോത്രം, നീ അവിടെ നിൽക്കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ നിർബന്ധിച്ച് കാണും, അവളോട് പൊയ്ക്കോളാൻ ഒരു നിർബന്ധിച്ച് കാണും. അപ്പൊ ഒരുപക്ഷെ അവൾക്ക് മനസ്സിലാക്കാം, ഞാനിവിടെ നിരസിക്കപ്പെടുക ചെയ്തത്, എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല, എനിക്ക് വേണമെങ്കിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു ദാസിന്റെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, നമ്മളൊരു വിഷയം പറയുമ്പോൾ അവരൊന്നും മിണ്ടാത്ത പോലെ ഇരിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ ഒഫൻഡഡ് ആവും, അല്ലെ? അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവര് അവളെ വിട്ടേക്കാം, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നാ പറയുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു നിമിഷം നിൽക്കത്തില്ല, അപ്പൊ സ്ഥലം കാലിയാക്കും, എന്നിട്ട് പറയും ഒരുപക്ഷെ അവർക്കെതിരെ സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അവൾ എടുത്തൊരു തീരുമാനം, ഷി റെഫ്യൂസ് ടു ബി ഒബൻഡഡ്. എന്നിട്ട് അവൾ എന്താ ചെയ്തു? അവൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഇവരെന്തു പറഞ്ഞാലും കർത്താവ് മിണ്ടിയില്ലെങ്കിലും സ്തോത്രം, ഞാൻ മറുപടി കിട്ടിയിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് നിൽക്കാനിടയിടയെ തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ശതാധിപനെ കുറിച്ച് ചിന്തിച്ചു. ഇതേപോലെ ഒരു ഫെയ്ത്ത് ശതാധിപന് അല്പം കൂടി എന്താ പറയാ, വളരെ മെച്യൂർഡ് ആയിട്ടൊരു ഫെയ്ത്ത് ശതാധിപനോടെ കാണിച്ചു. ഒരു ഡിമാൻഡും വെക്കാതെ, കർത്താവേ, നീ വന്ന് സൗഖ്യമാക്കിയ കർത്താവ് ഒന്ന് എന്റെ വീട്ടിൽ വന്ന്, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. സ്തോത്രം. നീ ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാ. സ്തോത്രം. എന്റെ കീഴിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ അധികാരം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് സ്തോത്രം, കർത്താവ്, നീ വന്നില്ലേലും കുഴപ്പമില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ അവിടെ നിന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. സ്തോത്രം. ബാലിക്കാരെ സൗഖ്യമാകുമെന്ന്. ഇതുപോലെ നോക്കിക്കേ, ഇവളിവിടെ ചെയ്യുന്നൊരു കാര്യം, ഈ കനാന്യ സ്ത്രീയും ജസ്റ്റ് സിംപ്ലി ബിലീവ്ഡ്. കാരണം ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്തോത്രം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് രണ്ടുപേരും വിശ്വസിച്ചു. അതിന് ദൈവത്തിന്റെ ഒരു പ്രോസസ്സിങ് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ തന്നെ ചില ഫെയ്ത്തുകൾ ദൈവം അനുവദിക്കുന്ന ചില പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന ചില കറക്ഷൻസും നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യത കൊണ്ടെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അപ്പോഴുണ്ടായ ആ ഒരു ഡിലേയോ ആ ഒരു റിജക്ഷനോ ഒന്നും അവരെ ഇമോഷണലി ഹാർട്ടഡ് ആക്കിയില്ല. മറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം ഇപ്പൊ വന്നത് ശത്രുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നില്ല. മറിച്ച് സ്തോത്രം, ഞാൻ ഇവിടെ ഇമോഷണലി തളർന്നിട്ടുണ്ട്, ആ ഇമോഷൻ മൂലം എൻ്റെ അനുഗ്രഹം ബ്ലോക്ക് ചെയ്യപ്പെടാം എന്നൊരു തിരിച്ചറിവ് വന്നതുകൊണ്ട് സ്തോത്രം,
അവർ തളരാതെ വീണ്ടും കർത്താവ് വീണ്ടും ഒരു ഒഫൻഡഡ് ആകുന്ന ഒരു മറുപടി അവിടെ കൊടുത്തത് നമുക്കറിയാം. അവനോ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചപ്പോൾ അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അത്രത്തോളം ഹമ്പിൾ ആയിക്കൊണ്ട്, സ്തോത്രം, ഹമ്പിൾ ആക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ മറുപടിക്ക് വേണ്ടി അവൾ കാത്തു നിൽക്കാനിടയായി. സ്തോത്രം. ചിലപ്പോഴേക്കും ചില ഒഫൻസുകളൊക്കെ ചില ബന്ധങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പോകാൻ നമ്മൾ ഇടയാക്കും, അല്ലേ? ചില വാക്കുകൾ, ചില മറുപടികൾ, നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് സംശയിച്ച് പുറകോട്ട് പോകാൻ നമ്മൾ ഇടയാക്കും. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. എന്നാ പിന്നെ വരാൻ, അല്ലെങ്കിൽ ഞാൻ തീരുമാനം ശരിയായില്ല, ഞാൻ ചോദ്യം ശരിയാ എന്നല്ല. അവളുടെ വിശ്വാസത്തിന് വേണ്ടി അവൾ ചോദിച്ച കാര്യത്തിന് മറുപടി കിട്ടുന്നോടും വരെ അവളോട് വെയിറ്റ് ചെയ്യാൻ ഇടയായിത്തീർന്നു. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യമാണ്. കർത്താവ് അത്രയും പറഞ്ഞേ ഉള്ളൂ. നിന്റെ വിശ്വാസം വലുത്, നീ വിചാരിക്കുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ആ നിമിഷം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം തന്നു. അവള് പിന്മാറിപ്പോയില്ല. സ്തോത്രം. ആ എൻവയോൺമെന്റ് അവൾക്ക് ഒട്ടും അനുകൂലമല്ലാതിരുന്നിട്ടും അവളോട് വെയിറ്റ് ചെയ്യാൻ ഇടയായിത്തീർന്നു. പലപ്പോഴും ചില സാഹചര്യങ്ങളൊക്കെ അനുകൂലമല്ലാതിരിക്കുമ്പോഴും ദൈവത്തിന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാഹചര്യം അനുകൂലമാകുമ്പോൾ വെയിറ്റ് ചെയ്യാൻ ഈസിയാ. പക്ഷെ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും, നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ അല്ലാത്തപ്പോഴും ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനിടയാകുന്നുവെങ്കിൽ ഈ കനാന്യ സ്ത്രീ കണ്ടതുപോലെ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുന്ന ദൈവം നമ്മെ സഹായിക്കും. വലിയൊരു ലെസൺ ആണ് കനാന്യ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നാം ഒരിക്കലും ഇമോഷണലി ഒഫൻഡഡ് ആവരുത്. ഇമോഷണലി അൺഒഫൻഡഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ ചില ഡോറുകൾ നമുക്ക് വേണ്ടി ഓപ്പൺ ആയി വരും. ഒരുപക്ഷെ അറ്റ് ദ മൊമെന്റ് അത് ക്ലോസ്ഡ് ആണ് നമുക്ക് തോന്നിയാലും റെസ്പോൺസ് അവിടെ നില്ലെങ്കിലും അവള് ചെയ്തത് അല്പം കൂടി ഹംബിളായിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, അവള് കർത്താവിനെ മാത്രം നോക്കിയുള്ളൂ. താൻ നാണം കെട്ടെന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ മറുപടി അവളെ ഒട്ടും നീരസപ്പെടുത്തിയില്ല. വീണ്ടും അവള് എന്താ പറയാ, ദൈവസനെ കാത്തിരിക്കുവാൻ. അത് അൺകംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായിട്ടും അത് അവളെ അൺകംഫർട്ട് ആക്കാതെ അവള് ദൈവസനെ കാത്തിരിക്കാനിടയായി. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിന്റെ മറുപടി പെട്ടെന്ന് അവൾക്ക് വേണ്ടി വെളിപ്പെടാനിടയായത്. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രശ്നങ്ങളും പിശാച് കൊണ്ടുവരുന്നതല്ല. ചിലപ്പോഴൊക്കെ മുറിവുകൾ നമ്മുടെ മനസ്സുകൾ, നമ്മളറിയാതെ നമ്മളിലുള്ള ചില അഹങ്കാരങ്ങൾ, അല്ലെങ്കിൽ വികാരാധീനമായിട്ടുള്ള നമ്മുടെ എന്താ പറയാ, ഇമോഷന്റെ മേലുള്ള ചില പ്രതികരണങ്ങളൊക്കെയും ദൈവത്തിന്റെ മറുപടികളെ വൈകിപ്പിക്കാൻ ഇടയാണ്. പ്രോവെർബ്സ് 19:11 പറയുന്നത് പോലെ, ബുദ്ധി മനുഷ്യന് ദീർഘക്ഷമ നൽകുന്നു, അപരാധം ക്ഷമിക്കുന്നത് അവന് മഹത്വം. ചില മൊമെന്റുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വൈസായിട്ട് നിൽക്കുവാൻ ഇമോഷൻ അനുസരിച്ചല്ല ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. ദൈവത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രം ദൈവസനെ ചോദിക്കുവാൻ കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ച ചില അനുഭവങ്ങൾ അത് നമ്മളെ വിശ്വാസത്തെ തളർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അത് തളർത്താതിരിക്കട്ടെ. ദൈവം മിണ്ടാതിരിക്കുന്ന സമയത്തും കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണെന്നുള്ളൊരു വിശ്വാസം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നിൽക്കുന്നില്ല. ഒരുപക്ഷെ അതെപ്പോൾ എന്റെ കണ്ണാൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഓൺ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി അത് റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഈ കനാന്യ സ്ത്രീക്കുണ്ടായ പോലെ വലിയൊരു വിശ്വാസം, ആഴത്തുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ അനുഗ്രഹങ്ങളെ, ബ്ലെസ്സിങ്ങുകളെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഭവനത്തിൽ വിളിച്ചു വരുത്തുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സെഞ്ചൂറിയനും കനാന്യ സ്ത്രീയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു പാഠമാണ്. അവർ ദൈവത്തിന്റെ പ്രോസസ്സിനെ അവര് മാനിച്ചു. തങ്ങളുടെ വികാരങ്ങളെക്കാൾ വിശ്വാസത്തെ അവർ തിരഞ്ഞെടുത്തു. ഈ ദിവസങ്ങളിൽ നമ്മുടെ വികാരങ്ങളെക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ അനുഗ്രഹങ്ങള്
വരേണ്ട സമയത്ത് അതിനെ തകർക്കുന്ന ഇമോഷൻസിനെ നമ്മൾ അതിനെ അതിനെ കൊന്നുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ മഹത്വത്തിലോട്ട് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിന് തക്കമുള്ള ഒരു വിശ്വാസത്തിന്റെ അളവിലോട്ട് വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.